ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 2025 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ബുള്ളറ്റിൽ നമുക്ക് 2025 മുഴുവൻ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കേരളം, ഇന്ത്യ, അതുപോലെ വേൾഡ്, സ്പോർട്സ് ഇങ്ങനെ വേറെ വേറെ ആയിട്ട് തന്നെ നമ്മുടെ ഒരു സപ്ലിമെൻ്ററി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ നോക്കുന്നത് കേരളവുമായി റിലേറ്റഡ് ആയിട്ട് വന്ന ഫാക്റ്റുകളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അതിലൊരു പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു വീഡിയോ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് നമ്മൾ കഴിയും. ഇതിൽ നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആട്ടോ നോക്കുന്നത്. ഇത് ഏകദേശം ഒരു 12 പേജോളുണ്ട്. നമുക്കിതൊരു 5-6 പേജ് ഈ വീഡിയോയിൽ നോക്കാം, ബാക്കി വേറൊരു വീഡിയോയിൽ നോക്കാം. ഇതിൽ ഭരണവുമായിട്ട് ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോടൊപ്പം CM വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം, CM വിത്ത് മീ എന്ന പേരിൽ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുക. ഏതാ? നമ്മുടെ കേരളമാണ്. ഇനി കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? തുളസി ഹിൽസ് പാലസ്, പട്ടം. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? നമ്മുടെ PSCയുടെ ആസ്ഥാനത്താണ്, തുളസി ഹിൽസ്, പട്ടം. കേരളത്തിൽ ആദ്യമായിട്ട് മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന ഭാഷയാണ് കുമ്മറ എന്ന് പറയുന്നത്. ഈ കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവിൻ്റെ പേരാണ് സ്വം കേട്ടോ. ഏതാ? സ്വം. ഇതിൻ്റെ അർത്ഥം ചോദിച്ചാൽ നിധി എന്നാട്ടോ. സ്വം എന്ന വാക്കിൻ്റെ അർത്ഥം നിധി എന്നാണ്. എന്താണ് സ്വം എന്ന് പറയുന്നത്? കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവാണ് ഇത് സ്വം എന്ന് പറയുന്നത്. സ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിധി എന്നാണ്. കുമ്മറ ഭാഷ എന്ന് പറഞ്ഞാൽ ആരുടെ ഭാഷയാണ്? നമ്മുടെ മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവരുടെ ഭാഷയാണ് ഇത് കുമ്മറ എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഗോത്രഭാഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ സ്വം എന്ന നിഘണ്ടു തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ കക്കോടി കൊല്ലങ്കണ്ടി VK ബാബു ആണ്. ഒന്ന് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആയിട്ടുള്ള യാനം നടന്നത് എവിടെയാ? വർക്കലയാട്ടോ. വർക്കലയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആയിട്ടുള്ള യാനം എവിടെയാണ് നടന്നത്? വർക്കലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാ? ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആട്ടോ. ഏതാ? ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ആർത്തുങ്കൽ എവിടെയാ? ആലപ്പുഴ കേട്ടോ. ആലപ്പുഴ എന്ന കാര്യം ഓർത്തുവെക്കുക. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷനാണ് ഇത്, ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമായിട്ടുള്ള ഗന്നറ്റ്സ് എന്താ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഇത് ഗന്നറ്റ്സ് എന്ന് പറയുന്നത്. ഇത് രൂപീകരിച്ച സംസ്ഥാനം ചോദിച്ചാലും ഏതാ? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1 അല്ലെ? കേരളപ്പിറവിയുടെ അന്നാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിക്കാം ചിലപ്പോൾ. ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നാ പ്രഖ്യാപിക്കുന്നത്? കേരളപ്പിറവി ദിനം 2025. ഹരിത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച കേരള വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. നിലമ്പൂർ തേക്ക് മ്യൂസിയം ഹരിത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച കേരള വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം ചോദിച്ചാൽ ഏതാ? നിലമ്പൂർ തേക്ക് മ്യൂസിയമാണ്. ഇനി 2025 ജനുവരി 21 നടപ്പിലാക്കിയ കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാ? കവചം. ഏതാ? കവചമാണ്. അതിൻ്റെ എക്സ്പാൻഷൻ ഓർത്ത് വെക്കുക. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാട്ടോ. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇനി 2025 ഓഗസ്റ്റ് 22 ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ആരാ? പിണറായി വിജയനാണ്. കേരളത്തെയാണ് പ്രഖ്യാപിച്ചത് 2025 ഓഗസ്റ്റ് 22 രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചതാരാ? പിണറായി വിജയനാണ്.
ഇനി വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 5 എണ്ണമാണ്. സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. സംസ്ഥാന സർക്കാർ പുതുതായിട്ട് രൂപീകരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ്. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം ചോദിച്ചാലും ഏതാ? കേരളമാണ്. ഇനി വയോജനങ്ങളുടെ സേവനങ്ങൾക്കായിട്ട് കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതാ? ഏലിക്കുളം പഞ്ചായത്ത്. ഏതാ? ഏലിക്കുളം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി ചോദിച്ചാൽ മാനവീയം വീതിയാണ്. അപ്പോൾ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. ഏത് വർഷം? 2025 രൂപീകരിച്ചത്. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5 അംഗങ്ങൾ. സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. സംസ്ഥാന സർക്കാർ പുതുതായിട്ട് രൂപീകരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാ? കെ സോമപ്രസാദ്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ എന്ത് ചെയ്യണം? ഒരു മുറി അവർക്ക് നിർബന്ധമാക്കിയ നിയമം കൊണ്ടുവന്ന് സംസ്ഥാനം ചോദിച്ചാലും ഏതാ? നമ്മുടെ കേരളമാണ്. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായിട്ട് കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ ഏതാ? ഏലിക്കുളം പഞ്ചായത്താണ്. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി ചോദിച്ചാൽ ഏതാ? മാനവീയം വീതിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്താ ചോദിക്കുന്നെങ്കിൽ ഏതാ? കോട്ടയമാണ്. അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് ചോദിച്ചാൽ കോട്ടയം. 2025 ഏപ്രിൽ 14 കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ച നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ ഏതാ? നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ മണ്ഡലമായിട്ടുള്ള ധർമ്മടമാണ്. ഇനി കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭ ചോദിച്ചാൽ ഏതാ? ഷൊർണൂർ നഗരസഭ. ഏതാ? ഷൊർണൂർ നഗരസഭയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം, കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ സിറ്റി ചോദിച്ചാൽ ഏതാ? വയനാട് ജില്ലയിലെ അമ്പലവയലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് കോട്ടയം. 2025 ഏപ്രിൽ 14 കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ച നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ ഏതാ? ധർമ്മടമാണ്. ഇനി അതിദാരിദ്ര്യമുക്ത നഗരസഭ, കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാണെങ്കിൽ ഏതാ? ഷൊർണൂരാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ ഗ്രാമം ഏതാ? വയനാട് ജില്ലയിലെ അമ്പലവയലാണ്. ഇനി 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാ? കോട്ടക്കൽ നഗരസഭ. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ചോദിച്ചാൽ ഏതാ? കോട്ടക്കലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര മുനിസിപ്പാലിറ്റി, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര മുനിസിപ്പാലിറ്റി ഏതാ? ശ്രീകണ്ഠപുരം. ഇതൊന്നും പിന്നെ കറണ്ട് അഫയേഴ്സ് ആയിട്ടും കൂട്ടുക, അതുപോലെ തന്നെ സ്റ്റാൻഡിങ് GK ആണ്. വരുന്ന കാലത്തൊക്കെ എന്താണ് ഒരു GK ആയിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസും കൂടിയാണ് ഇതിലേക്ക്. പിന്നെ 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരസഭ കോട്ടക്കല്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ഏതാ? ശ്രീകണ്ഠപുരം. ഇനി ഗ്രാമ കോടതിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിയോജക മണ്ഡലം, ഇതും സ്റ്റാൻഡിങ് GK ആവില്ല. ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാ? വാമനപുരം. ഏതാ? വാമനപുരം. ഗ്രാമ കോടതിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയോജക മണ്ഡലം ചോദിച്ചാൽ ഏതാ? വാമനപുരമാണ്. ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത്? ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത്? ഏതാ? പാറളം പഞ്ചായത്ത്. ഏതാ? പാറളം പഞ്ചായത്ത്. ഇനി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല, സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ ഏതാ? വയനാട് ജില്ലയാട്ടോ. ഏതാ? വയനാട് ജില്ലയാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷി ഫാം ഏതാ? രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷി ഫാം ചോദിച്ചാൽ ഏതാ? ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം എറണാകുളം.
ഇനി ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ചോദിച്ചാൽ ഏതാ? കോഴിക്കോട്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണേത്? കോഴിക്കോട്. വീടുകളിൽ ഒറ്റക്കായി പോകുന്ന മുതിർന്നവർക്ക് സാന്ത്വനമേകാൻ വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി എന്ന് പറയുന്നത്. സല്ലാപം പദ്ധതി ആരാ നടപ്പിലാക്കുന്നത്? സാമൂഹിക നീതി വകുപ്പ് കേട്ടോ. സാമൂഹിക നീതി വകുപ്പ് വീടുകളിൽ ഒറ്റക്കായി പോകുന്ന മുതിർന്നവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് സല്ലാപം പദ്ധതി. ഏതാ? സല്ലാപം പദ്ധതി. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. കഴിഞ്ഞ LD ക്ലർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൻ്റെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിൻ്റെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി നിലവിൽ ആരാ? പുതിയ മന്ത്രിസഭയൊക്കെ വന്നു അല്ലേ? ആരാ? അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ കേട്ടോ. കേരളത്തിൻ്റെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാ? അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ. ഇനി രാജ്യത്ത് ആദ്യമായി കൊണ്ട് സമ്പൂർണ്ണമായിട്ട് IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണമായിട്ട് IoT സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? നേമം ബ്ലോക്ക് പഞ്ചായത്ത് കേട്ടോ. നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ഇനി അത് ഗ്രാമപഞ്ചായത്താണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കേട്ടോ. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത്. ഇനി കേരളത്തിൽ ആദ്യമായി കൊണ്ട് ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ് ഏതാ? കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച താലൂക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? ഏറനാട് താലൂക്ക് കേട്ടോ. ഏതാ? ഏറനാട് താലൂക്ക്. ഏറനാട് താലൂക്ക്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്താണ് തൃപ്രങ്ങോട്. തൃപ്രങ്ങോട്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ ഏതാ? തൃപ്രങ്ങോട് പഞ്ചായത്താണ്. ഇന്ധന ചെലവില്ലാതെ കായൽ സവാരി നടത്താൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളമാണ് കതിരവൻ എന്ന് പറയുന്നത്. PYQ ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ധന ചെലവില്ലാതെ കായൽ സവാരി നടത്താൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളം ഏതാ? കതിരവൻ കേട്ടോ. കതിരവനാണ്. ഇനി പ്രവാസികൾക്കായിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നോർക്ക കെയർ. നോർക്ക കെയർ. പ്രവാസികൾക്കായിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താ? നോർക്ക കെയർ. കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാ? മലമ്പുഴ കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാ? മലമ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാഡമിയും നിലവിൽ വരുന്നത് എവിടെയാ? ശാസ്താംപാറ. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറ. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാഡമിയും നിലവിൽ വരുന്നത് എവിടെയാ? ശാസ്താംപാറയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാറഡുക്ക ഏത് ജില്ലയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാറഡുക്ക എന്ന് പറയുന്ന സ്ഥലം ഏത് ജില്ലയിലാ? കാസർഗോഡ് കേട്ടോ. എവിടെയാ? കാസർഗോഡാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈവിംഗ് ആരംഭിച്ച ജില്ല ഏതാണ്? കേരളത്തിലെ ഡൈവിംഗ് അല്ല, ഡൈനിങ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ലയാണ് ബേക്കൽ ബീച്ച് പാർക്ക്, കാസർഗോഡ്. ബേക്കൽ ബീച്ച് പാർക്ക്, കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം തന്നെ ഒരാളുടെ 3 പ്രധാന അവയവങ്ങൾ 3 പേർക്ക് മാറ്റിവെച്ച സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ മേഖലയിൽ ഒരു ദിവസം തന്നെ ഒരാളുടെ 3 പ്രധാനപ്പെട്ട അവയവങ്ങൾ 3 പേർക്ക് മാറ്റിവെച്ച സർക്കാർ ഹോസ്പിറ്റൽ, സർക്കാർ ആശുപത്രി ചോദിച്ചാൽ ഇതാ കോട്ടയം മെഡിക്കൽ കോളേജ് ആണ്. ഇനി സർക്കാർ മേഖലയിൽ ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ 3ാമത്തെയും മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. സർക്കാർ മേഖലയിൽ ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ 3ാമത്തെയും മെഡിക്കൽ കോളേജാണ് ഇത് കോട്ടയം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്ത് ആദ്യമായിക്കൊണ്ട് NABH അക്രഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാ? കോട്ടയം മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്ത് ആദ്യമായിക്കൊണ്ട് NABH അക്രഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജാണ് ഇത് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇനി ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള
സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് കെയർ FM കേട്ടോ. ഏതാ? കെയർ FM. ഇനി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കൊണ്ട് സഹമിത്ര എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടമാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കൊണ്ട് സഹമിത്ര എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ചോദിച്ചാൽ ഏതാ? കോഴിക്കോട് ജില്ലാ ഭരണകൂടം. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ പരിരക്ഷ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാ? അംഗപരിമിതരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇത് പരിരക്ഷ എന്ന് പറയുന്നത്. ഇനി ബൗദ്ധിക വെല്ലുവിളികളെക്കുറിച്ചും അത് നേരിടുന്നവരെക്കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് അൻപ് എന്ന് പറയും കേട്ടോ. അൻപ്. ബൗദ്ധിക വെല്ലുവിളികളെക്കുറിച്ചും അത് നേരിടുന്നവരെക്കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ചോദിച്ചാൽ ഏതാ? അൻപാട്ട്. ഏതാ? അൻപാണ്. കേരളത്തിന്റെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെയാ? മയിലാട്ടി, കാസർഗോഡ്. കേരളത്തിന്റെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാക്കുന്നത് എവിടെയാ? മയിലാട്ടി, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാ? ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാ? ഒറ്റപ്പാലത്താണ്. 2024 സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഔദ്യോഗികമായിട്ട് കാർബൺ സന്തുലിത പദവി ലഭിച്ച ആദ്യത്തെ വീട് ഏതാ? മേട, വേങ്ങേരി, കോഴിക്കോട്. ഇനി കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് ഇത്? നിള അല്ലെ? നിള. കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് ഇത് നിള എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ അതായത് ഷോണിമ വികസിപ്പിച്ച സ്ഥാപനം ചോദിച്ചാൽ ഏതാ? വെള്ളാനിക്കര കാർഷിക സർവകലാശാല കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം ചോദിച്ചാൽ ഏതാ? വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ്. ഇനി കുട്ടനാട്ടിലെ മാങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ലു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ ചോദിച്ചാൽ ഏതൊക്കെയാ? പുണ്യ ആദ്യ. കുട്ടനാട്ടിലെ മാങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ് ഏതൊക്കെ? പുണ്യയും അതേപോലെ ആദ്യ എന്ന് പറയുന്നത്. മാങ്കൊമ്പിലെ നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കുന്ന ആദ്യത്തെ വെള്ള അരിയോട് കൂടിയ നെല്ലിനമാണ് ആദ്യ MO24. ആദ്യ MO24. ഇനി അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഡേറ്റ് ഓർത്തു വെച്ചോ. PSC 2-3 എക്സാമിന് ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച തീയതി 2025 മെയ് 2 പൂർണ്ണമായിട്ടും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് ഇത് വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അതുപോലെ 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച വർഷം ചോദിച്ചാൽ 2025 മെയ് 2 പൂർണ്ണമായിട്ടും ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിട്ട് രൂപകൽപ്പന ചെയ്ത തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് തുറമുഖമാണ്. അതേപോലെ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേകം സുഗന്ധമുള്ളതുമായിട്ടുള്ള മഞ്ഞൾ ഇനമാണ് INSR സൂര്യ എന്ന് പറഞ്ഞു കേട്ടോ. ISR സൂര്യ അല്ല, സോറി INS അല്ല, ISR സൂര്യ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്ര സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായിട്ടുള്ള മഞ്ഞൾ ഇനമാണ് ISR സൂര്യ എന്ന് പറയുന്നത്. ഇനി ആൾക്കൂട്ടം എത്ര വലുതായാലും അവരെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറയിലൂടെ നിരീക്ഷിച്ച് അസ്വാഭാവിക നീക്കങ്ങൾ വിലയിരുത്തി ദുരന്തങ്ങൾ തടയാൻ സഹായിക്കുന്ന പദ്ധതി തയ്യാറാക്കിയ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോട്, NIT കോഴിക്കോട്.
ആൾക്കൂട്ടം എത്ര വലുതായാലും അവരെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറയിലൂടെ നിരീക്ഷിച്ചിട്ട് അസ്വാഭാവിക നീക്കങ്ങൾ വിലയിരുത്തി ദുരന്തങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പദ്ധതി തയ്യാറാക്കിയ സ്ഥാപനം ചോദിച്ചാൽ ഏതാ? NIT ആണ്. ഇനി നാസയും ISROയും സംയുക്തമായിട്ട് നിർമ്മിച്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV F-16 ഉപയോഗിച്ച് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയിട്ടുള്ള നിസാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ ആരാ? തോമസ് കുര്യൻ കേട്ടോ. തോമസ് കുര്യൻ ആണ്. നിസാർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ എഴുതി വെക്കുക, തോമസ് കുര്യൻ ആണ്. ഇനി കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റായ കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഫിബോ എന്ന കടുവ. ഇത് നോക്കി വെച്ചോ, ഫിബോ എന്ന കടുവ കേട്ടോ. കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റുള്ള കെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ ഏതാ? ഫിബോയാണ്. ഫിബോ എന്ന് പറയുന്നത് ഒരു കടുവയാണ്. ഇനി കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഭാഷാ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാ? കേരളമാണ്. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഭാഷാ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? കേരളമാണ്. ഇനി വിദ്യാകിരണം മിഷൻ പ്രസിദ്ധീകരിച്ച 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അനുഭവക്കുറിപ്പുകളും ഉൾക്കൊള്ളുന്ന ബഹുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായിട്ട് തയ്യാറാക്കിയ പുസ്തകമാണ് കുരുന്നെഴുത്തുകൾ കേട്ടോ. കുരുന്നെഴുത്തുകൾ, അതായത് നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്ന സമയത്ത് തയ്യാറാക്കിയതാണ്. അതുകൊണ്ടാണ് ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ന് കൊടുത്തത്. നിലവിലാരാ? ഷംസുദ്ദീൻ അല്ലേ? ഷംസുദ്ദീനാണ് നിലവിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് റോജി എം ജോണാണ്. ഇനി ഇവിടെ ഓർത്തു വെക്കുക, വിദ്യാകിരണം മിഷൻ പ്രസിദ്ധീകരിച്ച 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അനുഭവക്കുറിപ്പുകളും ഉൾക്കൊള്ളുന്ന ശിവൻകുട്ടി എഡിറ്ററായിട്ട് തയ്യാറാക്കിയ പുസ്തകമാണ് ഇത് കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്നത്. കുരുന്നെഴുത്തുകൾ. ഇനി ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരുത്തുകൾ. മികവാർന്ന പച്ചത്തുരുത്തുകൾ. ഇനി സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിൻ്റെയും ജീവിതത്തെ പറ്റി കവി BK ഹരിനാരായണൻ രചിച്ച പുസ്തകമാണ് ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ഇനി ഏത് പ്രശസ്ത എഴുത്തുകാരിയുടെ ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ? മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ ആരുടെ ഓർമ്മ പുസ്തക? അരുന്ധതി റോയിയുടേത് കേട്ടോ. ഇനി അന്തകവള്ളികൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? അന്തകവള്ളികൾ എന്ന പുസ്തകം എഴുതിയതാരാ? സേതു ആണ്. 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള ഗ്രേസ് ആബട്ട് പുരസ്കാരം ആബട്ട് ബുക്ക് പ്രൈസ് ലഭിച്ച കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഡോക്ടർ ദിവ്യ കണ്ണൻ കേട്ടോ. ഡോക്ടർ ദിവ്യ കണ്ണനാണ്. ഇനി ഇടശ്ശേരിക്കാർ എന്ന പുസ്തകം എഴുതിയത് KP രാമനുണ്ണി. ഇടശ്ശേരിക്കാർ എന്ന പുസ്തകം എഴുതിയതാരാ? KP രാമനുണ്ണിയാണ്. വള്ളത്തോളിനെ പ്രമേയമാക്കിക്കൊണ്ട് നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചതാരാ? നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് അനിൽ വള്ളത്തോൾ കേട്ടോ. അനിൽ വള്ളത്തോൾ. ഇനി പത്രാധിപരായും എഴുത്തുകാരനായും തലമുറകളെ പ്രചോദിപ്പിച്ച MT വാസുദേവൻ നായരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകമാണ് എംടിത്തം. എന്താ? എംടിത്തം. MT വാസുദേവൻ നായരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം എംടിത്തമാണ്. ഇനി മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന പേരിൽ രചിച്ചത് ആരാ? ഡോക്ടർ ആശാക്കെ. ഡോക്ടർ ആശാക്കെയാണ്. ഇനി കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം ഏത് എഴുത്തുകാരൻ്റെതാണ്? കരുവന്നൂർ ആരതാ? T പത്മനാഭനാണ്. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് T പത്മനാഭൻ. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയതാരാ? T പത്മനാഭനാണ്. ഇനി മനുഷ്യബന്ധങ്ങളെയും അതിജീവനത്തെയും കുറിച്ചുള്ള ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് UK കുമാരനാണ്. മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ബെന്യാമിൻ ആണ്. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ എഴുതിയത് M മുകുന്ദൻ. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ എഴുതിയത് M മുകുന്ദൻ. കലാച്ചി എന്ന നോവൽ എഴുതിയത് ആരാ? KR മീര. കലാച്ചി KR മീര. EP ജയരാജന്റെ ആത്മകഥയുടെ പേരാണ് ഇതാണെൻ്റെ ജീവിതം. EP ജയരാജന്റെ ആത്മകഥയുടെ പേര് ഇതാണെൻ്റെ ജീവിതം. അപ്പോൾ ഒത്തിരി പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമിന് എന്ത് ചെയ്യുക, മലയാളത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ചോദിക്കും, ഓർത്തുക.
ഇനി കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ട് ഇതാ മിയ. കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ട് മിയ. കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ടാണ് ഇത് മിയ എന്ന് പറയുന്നത്. രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2026-27 അധ്യയന വർഷത്തിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കാൻ വേണ്ടി തീരുമാനിച്ച സംസ്ഥാനം നമ്മുടെ കേരളം. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് വയസ്സ് 6 ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. ഇനി ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലാണ് MV വാൻഹായ് 503. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ ചോദിച്ചാൽ ഏതാ MV വാൻഹായ് 503 ആണ്. അടുത്തിടെ കൊച്ചി സന്ദർശിച്ച അന്താരാഷ്ട്ര ആഡംബര കപ്പലാണ് സെലിബ്രിറ്റി മില്ലേനിയം. അടുത്തിടെ കൊച്ചി സന്ദർശിച്ച അന്താരാഷ്ട്ര ആഡംബര കപ്പൽ ചോദിച്ചാൽ ഏതാ സെലിബ്രിറ്റി മില്ലേനിയം ആണ്. ഇനി അടുത്തിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട കടലിൽ ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പൽ ഏതാ MV വേൾഡ് ഒഡീസി. അടുത്തിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട കടലിൽ ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പൽ ചോദിച്ചാൽ ഏതാ MV വേൾഡ് ഒഡീസി ആണ്. 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലിന്റെ പേരാണ് MSC എൽസ 3 എന്ന് പറയുന്നത്. ഈ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ MSCയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ജനീവ, സ്വിറ്റ്സർലാൻഡ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതാണ് MSC എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ ഏതാ ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇനി മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിയ റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം. എവിടെയാ? കണ്ണൂര്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിയ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ ഇതാ കണ്ണപുരം. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് ക്യാൻസർ രഹിത കണ്ണപുരം. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ല. ഇനി ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല. സമഗ്രമായ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ആദ്യത്തെ ജില്ലയാണ് കണ്ണൂര്. ഇനി ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായിട്ട് പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാ? കണ്ണൂരാണ്. കണ്ണൂരാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രം ചോദിച്ചാൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാകുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏതാ? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ്. മേഘാലയയിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ കണ്ണൂർ സ്വദേശിയായ IAS ഓഫീസറാണ് ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. ഇനി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ് ഫ്രം കണ്ണൂര്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ ആരാ? സഫ്രീന ലത്തീഫ് ഫ്രം കണ്ണൂര്. ഇനി പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര ബഹുമതിയായിട്ടുള്ള ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കാപ്പാട് ബീച്ചും ചാൽ ബീച്ചും. ഈ ബ്ലൂ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചുകൾ PSC ചോദിക്കാറുണ്ട്, ഓർത്തു വെച്ചിട്ടോ. അപ്പോൾ 2025 കാപ്പാട് ബീച്ചിനും ചാൽ ബീച്ചിനും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഈ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ ഡെൻമാർക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 600.15 കിലോമീറ്റർ ആണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം ചോദിച്ചാൽ എത്ര? 600.15 കിലോമീറ്റർ ആണ്.
ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്നവരിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ആരാ? പിണറായി വിജയനാണ്. ഒന്നാം സ്ഥാനം ഇ.കെ. നായനാര്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ, കേരള മുഖ്യമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം എന്ന് ചോദിച്ചാൽ ആരാ? അത് പിണറായി വിജയൻ കേട്ടോ. തുടർച്ചയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണ്. തുടർച്ചയായില്ല, കേരള മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ കാലം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാ? അത് ഇ.കെ. നായനാർ, രണ്ടാമത് പിണറായി വിജയൻ. ഇ.കെ. നായനാർ ഏകദേശം എനിക്ക് 11 വർഷത്തോളം ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇനി തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുമായിട്ട് നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമാണ് ശുചിത്വ ഐ എന്ന് പറയുന്നത്. ശുചിത്വ ഐ എന്ന് പറയുന്നത് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുമായിട്ട് നിർമ്മിച്ച AI സംവിധാനമാണ് ശുചിത്വ ഐ എന്ന് പറയുന്നത്. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. ശുചിത്വ സാഗരം സുന്ദര തീരം. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കിയിട്ട് മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഇത്, ശുചിത്വ സാഗരം സുന്ദര തീരം. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യമാണ് ജി ഹരികൃഷ്ണൻ. ജി ഹരികൃഷ്ണൻ. സമുദ്രയാൻ എന്ന പദ്ധതിയിലെ മലയാളി സാന്നിധ്യം ചോദിച്ചാൽ ആരാ? ജി ഹരികൃഷ്ണനാണ്. ഈ സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മത്സ്യ 6000. മത്സ്യ 6000 സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകം ചോദിച്ചാൽ ഏതാ? മത്സ്യ 6000 ആണ്. ഇനി കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ 2020 മുതൽ 2025 വരെയുള്ള മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ട് പ്രകാരം ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏതാ? ഇരവികുളം ദേശീയോദ്യാനമാണ്. കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ 2020-2025 മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ട് പ്രകാരം ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനം എന്ന് ചോദിച്ചാൽ ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇനി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഇനി വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വേനൽ മധുരം. വേനൽ മധുരം. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാന ബഡ്സ് കലോത്സവം, അതായത് തില്ലാന എന്ന പേരിലായിരുന്നു സംസ്ഥാന കലോത്സവം സംഘടിപ്പിച്ചത്. ഇതിലും കിരീടം നേടിയ ജില്ല ചോദിച്ചാൽ ഏതാ? വയനാടാണ്. എവിടെ വെച്ചാണ് നടന്നത്? കൊല്ലം ജില്ലയിലാണ്. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല വയനാട്, വേദി കൊല്ലം. കലോത്സവത്തിനുള്ള പേര് ചോദിച്ചാൽ തില്ലാന. പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കാനുമായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ടിക്ക്. പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കാനും വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചാൽ എന്താ? ടിക്കാണ്. ഇനി കാർഷിക രംഗത്തെ ആധുനികവൽക്കരണത്തിനും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാനം ലഭ്യമാക്കുകയും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം അഥവാ ടാപ്പ്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണത്തിനും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാനവും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി ചോദിച്ചാൽ ഏതാ? ടാപ്പ് ആണ്. ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. ഇനി സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ജൻഗൽസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഉത്സവം. ജനങ്ങളുടെ ഉത്സവം. എന്താ അത്? സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തിയിട്ട് മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തിയിട്ട് പ്രൊഫഷണൽ പ്രോഗ്രാമുകളാക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജൻഗൽസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജനങ്ങളുടെ ഉത്സവം എന്നാണ്. ഇനി സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം പെരുമ.
ജീവൻ ദീപം പെരുമ, ജീവൻ ദീപം പെരുമ. അപ്പോൾ നേരെ തിരിച്ചും ചോദിക്കാം, ജീവൻ ദീപം പെരുമ എന്തുമായിട്ട് അല്ലെങ്കിൽ ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാ? കുടുംബശ്രീയാണ്. സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഇത് ജീവൻ ദീപം പെരുമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 4 പേജ് നോക്കിയിട്ടുണ്ട്. ഇനി ഒരു 8 പേജും കൂടി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു 2 വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ട് നോക്കാം.